മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിലെ വീടുകളുടെ കൈമാറ്റം നിശ്ചയിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഗുണഭോക്താക്കൾ ആദ്യഘട്ടത്തിൽ വീട് കൈമാറുന്ന 178 കുടുംബങ്ങൾക്ക് മാതൃകാ വീടിനോട് ചേർന്ന സോൺ 1, സോൺ 2 എന്നീ ക്രമത്തിൽ വീടുകൾ നൽകണമെന്നാണ് ആവശ്യം. ദുരന്തത്തിൽ പൂർണ്ണമായി നഷ്ടം സംഭവിച്ച ഫേസ് 1-ലെ 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടമായി അടുത്ത മാസം വീടുകൾ കൈമാറുക. മാതൃകാ വീട് ഉൾപ്പെടുന്ന സോൺ 1-ൽ 107, സോൺ 3-ൽ 23, സോൺ 4-ൽ 48 വീടുകളും ഉണ്ടാകും. എന്നാൽ സോൺ 1, 2, 3 എന്ന ക്രമത്തിൽ തന്നെ വീടുകൾ കൈമാറണമെന്ന ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ ഉന്നയിക്കുന്നത്. സോൺ 2 വർക്ക് നടന്നിട്ടില്ല. ഒരു 75% സോൺ 1-ഉം സോൺ 3-ലാണ് വർക്ക് നടക്കുന്നത്. അതായത് ഈ നമ്മുടെ മാതൃകാ വീട് മുതൽ അങ്ങനെ ലാസ്റ്റ് എൻഡ് വരെയാണ് പോകുന്നത്. ആ വീട് മൊത്തത്തിൽ പെട്ടെന്ന് പണി തീർത്തിട്ട് ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങളല്ലേ യഥാർത്ഥ ദുരിതബാധിതർ. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അടുത്തടുത്ത് താമസിക്കാൻ അവസരം നൽകണം. സോൺ 2-ൽ നിർമ്മാണം പൂർത്തിയാകും വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നും ഇവർ പറയുന്നു. സോൺ 4 എന്ന് പറയുന്നത് ഈ മലന്റെ അങ്ങ് അറ്റം, അങ്ങനെ അറ്റത്തേക്കാളുള്ളത്. അപ്പൊ നമുക്ക് സോൺ 1, 3, 4, 5 എന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തുടങ്ങുന്ന മാതൃകാ വീട് മുതൽ 179 വീട് എവിടെയാണോ പണി തീരുന്നത് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. 1.5 വർഷം ഇപ്പൊ ഞങ്ങൾ ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. 31-ാം തീയതി അവർ നറുക്കെടുത്തോട്ടെ, 1 by 1 ആയിട്ട് എടുത്തോട്ടെ. അതിനുശേഷം എന്നാണോ പണി തീരുന്നത് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. ഗുണഭോക്താക്കൾക്ക് അവർ തന്നെ നറുക്കെടുക്കുന്ന വീടുകളാണ് ലഭിക്കുക. ഈ മാസം 31-നാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 20-ന് മുൻപ് വീട് കൈമാറ്റ ചടങ്ങ് നടക്കാനിരിക്കെ ദുരന്തബാധിതരുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ 1 വയനാട്.